ഹലോ ഗൈസ്, ഇതെൻ്റെ ഐഫോൺ 7 ആണ്. ഒരുപാട് പഴയ മോഡലാണ്, 2016 മോഡലാണ്. നിങ്ങൾക്കറിയാം, ഇത് ഫുള്ളി അലുമിനിയം ബോഡിയാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയറിയാം, നെറ്റ്വർക്ക് ആൻറ്റിന മേലെയുണ്ട്, നെറ്റ്വർക്ക് വൈഫൈ ആൻറ്റിനാസാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഫോൺ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ഒരുപാട് ഓൾഡാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ OS ഞാൻ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും, iOS 15 ആണ് ഇതിൽ വരുന്നത്. iOS 15. സോ ഈ ഒരു ഫോണിൽ അലുമിനിയം ബോഡിയിൽ സ്ക്രാച്ച് വല്ലാതെ വന്നിട്ടില്ല. 2016 മുതൽ ഇത്രയായി. ബെൻഡ് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. എൻ്റെ അത് വീണിട്ടുണ്ട് ഈ ഫോൺ ഒരുപാട് തവണ. ഞാൻ യൂസ് ചെയ്യുന്ന കേസ് ഇതാണ്. ഈ കേസിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പഴക്കമുണ്ടെന്ന്. സോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഫോണിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ലാമിനേഷൻ. ഞാൻ ലാമിനേറ്റ് ചെയ്തിട്ടില്ല. 2016 മുതലുള്ള ലാമിനേഷനാണ്. ഇത് ഇപ്പോഴാണ് പറഞ്ഞു പോകുന്നത് കുറച്ച്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നമ്മൾ ഒരു ഡിവൈസ് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലൈഫ് സ്പാൻ. അല്ലാതെ അത് അലുമിനിയം കൊണ്ടുണ്ടാക്കി എന്നുള്ള ഒരു കാരണം കൊണ്ട് ആ ഫോൺ മോശമാവുന്നില്ല. ഇതും പ്രീമിയം ക്വാളിറ്റിയുള്ള ഫോൺ തന്നെയാണ്. ഇന്ന് ഈ ഫോൺ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആപ്പിളിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. പിന്നെ അതിന് പുറത്ത് ഞാനിട്ട് ഈ ലാമിനേഷൻ ഇത് ഞാൻ ചെയ്തിട്ടുള്ള കോട്ടയ്ക്കുള്ള ദുബായ് സുക്കിന്ന. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നീറ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ലാമിനേഷൻ പോയ ഭാഗം ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച്. ഇത്രയും കാലം ലാമിനേഷൻ നിൽക്കില്ല. സോ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്ത ഏത് ഡിവൈസും ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ഗ്ലാസിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ള അതുപോലെയുള്ള വേറൊരു ഫോണാണ് ഈ എസ് സി ബാക്ക് വരുന്ന ഗ്ലാസ്സാണ്. അതിൽ ഇഷ്ടംപോലെ സ്ക്രാച്ച് ഉണ്ട്. ഈ അലുമിനിയത്തിലും ഇതിലും ഉണ്ടായിരുന്നു ലാമിനേഷൻ. അത് പറഞ്ഞു പോയതാണ്. പക്ഷേ ഈ അലുമിനിയത്തിൽ ലാമിനേഷൻ പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ആവുന്നുണ്ട്. സോ നിങ്ങൾ തീരുമാനിക്കും ഐഫോൺ 17 മോശമാണോ എന്ന്. അത് അലുമിനിയം ആയത് കാരണം അത് മോശമാണെന്ന് പറയുന്നത് വളരെ മോശമായ ഒരു അഭിപ്രായമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം.